ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ കരുതിക്കൂട്ടി ഇവിടേക്ക് എത്തിയ ആളുകളല്ല. ഞങ്ങളിവിടെ പൊതുച്ചോർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് മന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇവിടെ വരുന്ന രോഗികളെ മടക്കി അയക്കുകയാണ്. ആശുപത്രി എന്തിനു വേണ്ടിയുള്ളതാണ്? മന്ത്രിക്ക് സന്ദർശിക്കുമ്പോൾ രോഗിയെ കയറ്റാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആശുപത്രി ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോയിരുന്നതെന്ന്. അവിടെ ഒരിക്കലും ഒരു മന്ത്രി ആശുപത്രി സന്ദർശിക്കുമ്പോൾ രോഗിക്ക് ചികിത്സയില്ല എന്ന അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് ചികിത്സ നൽകാതെ ഇവിടെ നിന്ന് മടക്കി അയച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച ഈ എല്ലാ നേട്ടങ്ങളും ആരോഗ്യരംഗത്തെ തകർത്തു കളയുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് UDF ഇവിടെ കൈക്കൊണ്ടുള്ളത്. അത് വിദേശ ഫാർമ കമ്പനികളുടെ ഉൾപ്പെടെ പണം പറ്റിക്കൊണ്ടുള്ള ഇടപെടലാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്. ഈ ആശുപത്രികളെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇന്ന് തന്നെ ഇവിടെ അദ്ദേഹം എത്തിയത് ആശുപത്രി കാണുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾക്കറിയാം. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അന്നതിന്റെ പേരിൽ ആശുപത്രി ഒന്ന് കയറി കണ്ടുവേ ഉള്ളൂ. പക്ഷെ വരുമ്പോൾ ഇവിടെ ഡോക്ടറില്ല, മരുന്നില്ല, വരുന്ന രോഗികൾക്ക് ചികിത്സ പോലും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ ആശുപത്രി സൂപ്രണ്ട് ഇതിന് മറുപടി പറയേണ്ട ആളവിടെ പോയി. മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി സൂപ്രണ്ടിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ചോദിക്കാൻ സൂപ്രണ്ട് അവിടെ ചോദിക്കണമെങ്കിൽ ഈ ആശുപത്രിയിൽ ചുമതലയുള്ള സൂപ്രണ്ട് പോലും ഇവിടെ ഇല്ല. അവരെല്ലാം മന്ത്രിക്ക് ഇനി വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മന്ത്രി വരുമ്പോൾ ചായ വിളമ്പേണ്ട ഉത്തരവാദിത്തമാണോ ഒരു ആശുപത്രിക്ക് എന്നുള്ള ചോദ്യമാണ് ഞങ്ങളോട് ഉയർത്തുന്നത്. ഞങ്ങളിവിടെ പൊതുച്ചോറ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ മന്ത്രി പൊതുച്ചോറ് കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടെ അതിൽ കൂടി ഞങ്ങൾ ഒരു കാര്യം ചേർത്ത് പറയാനുണ്ട്. ഇവിടെ വിശക്കുന്ന മനുഷ്യർ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് കാത്തു നിൽക്കുന്ന കാലത്തോളം ആ പൊതുച്ചോറുമായി ഞങ്ങളിവിടെ വരിക തന്നെ ചെയ്യും. ഇത്തരം അനീതികളെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യും.